അശ്ലീല വീഡിയോ കേസിൽ കർണാടക JDS എംപിയും NDA സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയ്ക്ക് സമൻസ് അയച്ച് അന്വേഷണ സംഘം. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് നോട്ടീസ് അയച്ചത്. 24 മണിക്കൂറിനകം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നാണ് നോട്ടീസിലെ ആവശ്യം. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ജിബിൻ ചേരുന്നുണ്ട്. ജിബിൻ, ഇപ്പോൾ ഈ പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിലാണെന്നുള്ള വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത്. മാത്രമല്ല, ഈ പ്രജ്വൽ രേവണ്ണയ്ക്ക് പിന്നാലെ അദ്ദേഹത്തിൻ്റെ പിതാവ് HD രേവണ്ണയ്ക്കെതിരെയും ലൈംഗിക ആരോപണം നേരത്തെ തന്നെ ഉയർന്നു വരികയും ചെയ്തു. ഇപ്പോൾ NDA ഈ ഹാസനിലെ തെരഞ്ഞെടുപ്പ് വന്നതിന് തൊട്ട് പിന്നാലെയാണ്, തെരഞ്ഞെടുപ്പ് നടന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ ആരോപണം പുറത്തു വന്നത്. വളരെ നാളുകളായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയും ചെയ്തിരുന്നുണ്ട്. ഇപ്പോൾ ഈ നോട്ടീസ് അയക്കുമ്പോൾ പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിൽ തന്നെയാണെന്നുള്ള വിവരങ്ങൾ സ്ഥിരീകരിക്കാനാകുന്നുണ്ടോ? മറ്റെന്താണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങൾ? സിജു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ കർണാടകയിലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ ചെറുമകനും കർണാടകയിലെ നിലവിലെ ഹസനിലെ സിറ്റിംഗ് എംപിയുമായ പ്രജ്വൽ രേവണ്ണയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ജനതാദൾ സെക്യുലർ ഇന്നലെ ഒരു നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. അതിനുശേഷം വലിയ തോതിലുള്ള രീതിയിലുള്ള ഈ വാർത്തകളൊക്കെ തന്നെ പുറത്തു വരികയും ഒക്കെ തന്നെ ചെയ്യുന്നു. ഏകദേശം ഈ വീഡിയോകളൊക്കെ തന്നെ പുറത്തു വന്നതിന് ശേഷമായി തന്നെ ഈ പ്രജ്വൽ ജർമ്മനിയിലേക്ക് പോയതായുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വരികയും അദ്ദേഹം നിലവിൽ ജർമ്മനിയിലാണുള്ള വാർത്തകൾ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനും ശേഷമാണ് ഇന്നിപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ചുകൊണ്ട് അന്വേഷണ സംഘം അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. 24 മണിക്കൂറിനകം ഹാജരാക്കണമെന്ന് അറിയിച്ചുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ കൃത്യമായും തന്നെ ഒരു നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ ഒരു വിഷയത്തിൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. നിലവിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ നടപടികൾ എടുക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. BJPക്ക് തന്നെ ഈ ഒരു വിഷയത്തിൽ അറിവുണ്ടായിരുന്നതായുള്ള വാർത്തകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു നടപടിയിലേക്ക് തന്നെ പോലീസ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ വാർത്ത വലിയ തോതിൽ പ്രചരിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യത്തിലാണ് പോലീസ് ഒരു നടപടിയിലേക്ക് കൃത്യമായി പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം. നിലവിലെ സാഹചര്യത്തിൽ 24 മണിക്കൂറിനകം അദ്ദേഹം ഹാജരാക്കണമെന്ന് പോലീസ് നോട്ടീസ് നൽകുന്നു. എന്നാൽ അത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. നിലവിലെ നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ അലംഭാവം കാട്ടി വീഴ്ച വരുത്തി എന്നുള്ളത് അവിടുത്തെ കർണാടക കോൺഗ്രസ് സർക്കാരിനെതിരെ ആരോപണം ഉയരുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെ NDA ആയുധമാക്കുകയും ചെയ്തു. അത് കർണാടകത്തിൽ വിഷയമാണ്, നടപടിയെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഒരേ സമയം NDAയും BJPയും കൂടി പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യമാണ്. കാരണം NDAയുടെ സഖ്യകക്ഷിയായ JDSൻ്റെ MP ആണ്, ഒപ്പം തന്നെ HD ദേവഗൌഡയുടെ മകനാണ്, HD രേവണ്ണയുടെ മകനാണ്. ഒരു കുടുംബത്തിലെ അച്ഛനും മകനും അടക്കം ലൈംഗിക ആരോപണത്തിൽ പെടുന്നത് ഒരു പക്ഷേ NDAയ്ക്ക് തന്നെ അത്ര ഗുണകരമാകില്ല. അതുകൊണ്ട് തന്നെ അവർ എന്താണിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആരോപണം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് NDA നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്? ഇപ്പോൾ സിജു, നിലവിലെ സാഹചര്യത്തിൽ പല ഘട്ടങ്ങളിലായി ഈ ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുമ്പോഴും BJPയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോവുകയോ അതല്ല എങ്കിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇന്നലെ ഈ ജനതാദൾ സെക്യുലറിൻ്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായതല്ലാതെ, അവരുടെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായതല്ലാതെ ഏതെങ്കിലും തരത്തിൽ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഏതെങ്കിലും ഒരു നടപടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ അദ്ദേഹം NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും തന്നെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം. ഇതോടൊപ്പം തന്നെ BJP നേതാക്കൾക്ക് തന്നെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായും അറിവുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പുറത്തു വരികയും അതൊരു ഗുരുതരമായ ആരോപണമായി ഉന്നയിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുകയും ചെയ്തിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ വാർത്തകളൊക്കെ തന്നെ വരുമ്പോൾ അദ്ദേഹത്തിന് ഈ നോട്ടീസ് നൽകുന്ന നിലയിലേക്ക് പോലീസിൻ്റെ നടപടികൾ കടുക്കുമ്പോൾ 24 മണിക്കൂറിനകം ഹാജരാകണമെന്നൊക്കെ തന്നെ പറയുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ ജർമ്മനിയിലേക്ക് ഈ പ്രജ്വൽ രേവണ്ണ കടന്നതായുള്ള വാർത്തകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ. ശരി, ജിബിനാണ് വിവരങ്ങൾ നൽകിയത്.